ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം തന്നെയാണ് വീഡിയോ കോൺഫറൻസിനുള്ള. അപ്പോൾ അത് സൂം എല്ലാവരും ഉപയോഗിച്ചിട്ട് അറിയുന്നുണ്ടായിരിക്കും. പക്ഷേ അറിയാത്തവർക്കായിട്ട് ഇനിയും എന്താ പറയുക, അതിൻ്റെ ഫീച്ചേഴ്സ് അറിയാത്തവർക്കായിട്ട് ഒരുപാട് പേര് ഗൂഗിൾ മീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, സിസ്കോ വെബെക്സ് ഉപയോഗിക്കുന്നുണ്ട്, ചിലർ സൂം ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് സൂം എന്നുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിട്ട് പരിചയമില്ലാത്തവർക്ക് ഉപകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ സെഷൻ ചെയ്യുന്നത്. സോ ഗൂഗിൾ മീറ്റോ ഏതെങ്കിലും വേറൊരു വീഡിയോ കോൺഫറൻസ് ആപ്പ് ഉപയോഗിച്ചിട്ട് ഓൺലൈൻ സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നവർക്ക് ഇത് ഈസ് നോട്ട് വെരി ടഫ് ടാസ്ക്. അതിൽ സിമിലർ ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഗൂഗിൾ മീറ്റ് ആൻഡ് സൂം എന്നൊന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് സൂം ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ വരുന്ന വ്യൂ ആണ് ഇത്. അതിൽ നമുക്ക് ത്രീ ഓപ്ഷൻസാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ജോയിൻ എ മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് പേഴ്സണൽ ലിങ്കൊക്കെ വരാറുണ്ട് അല്ലേ, ഓരോ വെബിനാറിനൊക്കെ നമ്മൾക്ക് അറ്റൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് പേഴ്സണൽ ലിങ്ക് വരാറുണ്ട്. ആ വഴി നമുക്ക് വാട്സാപ്പിലൂടെയൊക്കെ വന്നത് വഴി നമുക്ക് ആ ലിങ്ക് നെയിം കൊടുത്തിട്ട് ലിങ്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജോയിൻ ചെയ്യാം. അല്ല എങ്കിൽ നമുക്ക് മീറ്റിംഗ് ID മാത്രമാണെങ്കിൽ ആ ID ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു നമ്പർ ഉണ്ടായിരിക്കും, അത് അടിച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് നോട്ട് വാലിഡ് ID, ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. ജോയിൻ എ മീറ്റിംഗ് എന്താ പറയുക, എനേബിൾ ആവാത്തത് അതുകൊണ്ടാണ്. അത് കൊടുത്തിട്ടാണ് ജോയിൻ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് പോകേണ്ടത്. അപ്പോൾ അപ്പോഴാണ് ഇവിടെ എനേബിൾ ആവുള്ളൂ. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സൈനപ്പാണ്. സൈനപ്പ് ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സൈൻ ഇൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് നമ്മൾ കൊടുക്കുകയാണ്. സൈനപ്പ് ചെയ്യണമെങ്കിൽ നമുക്കറിയാമല്ലോ, നമ്മൾ സാധാരണ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടാണ് നമ്മൾക്കൊരു അക്കൗണ്ട് നമ്മളുടെ ക്രിയേറ്റ് ആവുന്നത്. അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് ഇവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു എൻ്റർ അവർ ഡേറ്റ് ഓഫ് ബർത്ത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ന്യൂ മീറ്റിംഗ്, ജോയിൻ, സ്കെഡ്യൂൾ ആൻഡ് ഷെയർ സ്ക്രീൻ. ദീസ് ആർ ദ ഓപ്ഷൻസ് അവൈലബിൾ ഇയർ. സോ ന്യൂ മീറ്റിംഗ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ ഓൺ ആക്കണമെങ്കിൽ ഓൺ ആക്കിയിട്ടിടാം. ദെൻ അവർ പേഴ്സണൽ മീറ്റിംഗ് ID എന്ന് പറയുന്നത് ഇതാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഓരോ മീറ്റിങ്ങിനും ഓരോ ID ഉണ്ടായിരിക്കും എന്നുള്ളത്. സോ അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി കണക്റ്റിംഗ് ലൈക്ക് ദിസ്. അപ്പോൾ നമുക്ക് നമ്മുടെ സൂം അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാനൊരു മെയിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഇങ്ങനെ കാണുമ്പോൾ ആക്ടിവേറ്റ് അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂം അക്കൗണ്ട് ആക്ടിവേഷൻ ആവും. അപ്പോൾ വരുന്ന ഫ്രണ്ട് വ്യൂ ആണ് ഈ കാണുന്നത്. ഇതിൽ നമുക്ക് എന്താ പറയുക, സൈനിങ് അപ്പ് ഓൺ ബിഹാഫ് ഓഫ് സ്കൂൾ എന്ന് പറഞ്ഞാൽ യെസ് കൊടുക്കുക. അല്ല നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അക്കൗണ്ട് ആണെങ്കിൽ നോ കൊടുത്തിട്ട് നമുക്ക് പേഴ്സണൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. സോ ആക്ടിവേറ്റ് അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേരും പാസ്വേഡും ഒക്കെ ചോദിക്കും. അതൊക്കെ ഒന്ന് എൻട്രി ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സൂമിൻ്റെ സൈനപ്പ് പ്രോസസ്സിൽ വരുന്നത്. അതിനുശേഷം നമ്മൾക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ട് വ്യൂ വരും. അതിൽ ജോയിൻ, ഹോസ്റ്റ് അങ്ങനെ 2 കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പം ഇതിൽ നമുക്ക് സ്റ്റാർട്ട് എ മീറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ജോയിൻ ഓർ ഹോസ്റ്റ്, ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തിട്ട് നമ്മുടെ സെഷൻ ആരംഭിക്കാം. ഇപ്പോൾ സ്റ്റാർട്ട് മീറ്റിംഗ് ആണ് നമ്മൾ തന്നെയാണ് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് മീറ്റിംഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾക്കത് ഇറ്റ്സ് ഗെറ്റിംഗ് റെഡി. ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് സൂം നമ്മുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി തരുന്നുണ്ട്. ജിമീറ്റിലാണെങ്കിൽ നമ്മൾക്ക് G Suite അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റെക്കോർഡ് ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് അലൗ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ സെഷൻ റെക്കോർഡ് ചെയ്തിട്ട് വെക്കും എന്നുള്ളത് നല്ലൊരു ഫീച്ചറാണ്. അപ്പോൾ പിന്നെ ഇതിലുള്ളത് ബാക്കി താഴെ കാണുന്ന ഓപ്ഷൻസൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. മ്യൂട്ട് ഉണ്ട്, സ്റ്റാർട്ട് വീഡിയോ ഉണ്ട്, ഷെയർ ഉണ്ട്, പാർട്ടിസിപ്പൻസ് ആൻഡ് മോർ. ഇത്രയും ഫീച്ചേഴ്സാണ് ഇവിടെ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, നമ്മളൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്കുള്ളത്. അതിലിപ്പം തന്നെ നമുക്ക് മ്യൂട്ട് അറിയുണ്ടാവും, മ്യൂട്ട് ഓർ അൺമ്യൂട്ട് നമ്മുടെ. പിന്നെ ക്യാമറയും നമ്മുടെ ഇതിനനുസരിച്ച് നമ്മൾക്ക് എന്ത് ചെയ്യാം, അത് വേണമെങ്കിൽ ഓണാക്കാം, ഓഫാക്കാം.
അല്ലെങ്കിൽ ഇതുപോലെ ആയിരിക്കും നമുക്ക് വിസിബിളായിട്ട് ഉണ്ടായിരിക്കുക നമ്മളുടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ. പിന്നെ നമ്മൾക്ക് എന്താ പറയുക, ഷെയർ ഉണ്ട്. ഷെയർ എന്നുള്ളത് നമ്മളിപ്പോൾ ഗൂഗിൾ മീറ്റിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ട് തരത്തിൽ ഷെയർ ചെയ്യാം. നമുക്ക് പ്രസൻറ്റ് സ്ക്രീൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ സ്ക്രീനിൽ അല്ലെങ്കിൽ ലാപ്പിലാണെങ്കിൽ ലാപ്പിൽ എന്തുണ്ടോ അത് അതുപോലെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും നമ്മൾക്ക്. പിന്നെ ഇതിൽ എന്താ പറയുക, വൈറ്റ് ബോർഡ് എന്നുള്ള ഓപ്ഷനും ഉണ്ട്. അതും നമ്മളിപ്പോൾ ഗൂഗിൾ മീറ്റ് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം. അതിൽ ജാം ബോർഡ് എന്ന് പറഞ്ഞിട്ട് അഡീഷണൽ ആപ്പായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾക്ക് അത് ഷെയർ എന്നുള്ള ആ ഒറ്റ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഇനി വല്ല URL-ഓ വെബ് ലിങ്കോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഷെയർ ചെയ്തിട്ട് നമ്മുടെ ഓൺലൈൻ സെഷൻ വളരെ ഇഫക്റ്റീവ് ആക്കാൻ നമുക്ക് കഴിയും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മോർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു വ്യൂ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഡിസ്കണക്ട് ഓഡിയോ, ചാറ്റ് ആൻഡ് മീറ്റിംഗിൻ്റെ സെറ്റിങ്സും ആണ്. ലൈവ് ചാറ്റ് ബോക്സ് ഈസ് അവൈലബിൾ ഹിയർ. നമുക്ക് ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ക്വരീസോ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഓക്കെ. പിന്നെ പാർട്ടിസിപ്പൻസിനെ നമുക്ക് വിസിബിൾ ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ സ്വൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടിസിപ്പൻസ് ആരൊക്കെയെന്ന് നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ മീറ്റിങ്ങിൽ. പിന്നെ നേരത്തെ പറഞ്ഞ ഷെയർ സ്ക്രീനിലുള്ള ഈ ഓപ്ഷൻസാണ് ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ ചെയ്യാൻ പറ്റുക. സ്ക്രീന്, വൈറ്റ് ബോർഡ്, ദെൻ ഫോട്ടോ ബോക്സ്, ഗൂഗിൾ ഡ്രൈവ്, ഇതെല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഓപ്ഷൻസാണ് ഷെയർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് നോട്ടിഫൈഡ് ഫോർ ഓൾ മൈ ലേറ്റസ്റ്റ് വീഡിയോ. താങ്ക് യു.